പ്രിയപ്പെട്ടവരെ, ക്വാണ്ടിക് ബുക്സ് 2 പരിപാടികൾ ഈ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. അതിലാദ്യത്തേതാണ് ഈ പുസ്തക ചർച്ച. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകം ശിവപുരത്തെ ശാന്തിക്കാരൻ. അത് ഞാൻ എഴുതിയതാണ്. ആ പുസ്തകം ഒരു വർഷത്തിനകമേ ആയിട്ടുള്ളൂ പുറത്ത് വന്നിട്ട്. അപ്പോഴേക്ക് ഫൊക്കാന അവാർഡ് ഈ വർഷം കിട്ടിയായിരുന്നു. ഓർമ്മകളുടെ പുസ്തകമാണത്. അപ്പം ഇന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടെ എത്തുന്ന മോഡറേറ്റർ സി റഹീമാണ്. അദ്ദേഹം ഇതിനു മുമ്പും ഈ വേദിയിലുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അറിയപ്പെടുന്ന എഴുത്തുകാരൻ മാത്രമല്ല, പരിസ്ഥിതി, പ്രകൃതി, പക്ഷി നിരീക്ഷണം തുടങ്ങിയ മേഖലകളിലൊക്കെ സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ശ്രീ സി റഹീം. അദ്ദേഹമാണ് മോഡറേറ്റർ. അനിൽ ദേവ് ഉണ്ട്. അനിൽ ദേവ് 2009 എൻ്റെ ദലമർമരങ്ങൾ എന്ന ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഉറ്റവർ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായിട്ടുണ്ട്. അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഔപചാരികമായ സ്വാഗതവും കൃതജ്ഞതയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ നേരിട്ടങ്ങനെ ഇവരെ പരിചയപ്പെടുത്തുകയാണ്. ഇനി ഇവിടെ ശരത്ചന്ദ്രൻ പ്രശസ്തനായ കവിയാണ്. ഒരു കാലത്ത് നമ്മുടെ ലിറ്റിൽ മാഗസിൻസിലൊക്കെ ധാരാളം കവിതകൾ, വ്യത്യസ്തമായ കവിതകൾ എഴുതിയിരുന്ന ആളാണ് അദ്ദേഹം. ഈ കവിത എഴുതുന്ന കാലത്ത് തന്നെ ഞാൻ ഈ ക്ലാസിക് ഫിലിമുകളുടെ പെട്ടി അദ്ദേഹത്തിൻ്റെ തലയിൽ ചുവന്ന് കൊടുത്തിട്ടുണ്ട്, ഫിലിം സൊസൈറ്റികളിൽ കൊണ്ടുപോകാൻ. അത്രയും അടുപ്പമുള്ളവരാണ് എന്നർത്ഥം. പിന്നെ താരതമ്യേന പുതിയ സുഹൃത്തെന്ന് പറയുന്നത് നമ്മൾ ദിൽഷാദ് വെഞ്ഞാറമുണ്ട്. അദ്ദേഹം ഒരു വായനക്കാരൻ എന്ന നിലയിൽ പരിചയപ്പെട്ടതാണ്. അദ്ദേഹം എൻ്റെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ച് വളരെ ആഴത്തിൽ എന്നോട് സംസാരിച്ചു. അങ്ങനെയാണ് അദ്ദേഹവും ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ നീട്ടുന്നില്ല, കാരണം സമയബോധമില്ലെങ്കിൽ ഇവിടെ നിന്ന് വിളിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇനി മോഡറേറ്റർ കൈകാര്യം ചെയ്യും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശിവപുരത്തെ ശാന്തിക്കാരൻ എന്ന പുസ്തകം എഴുതിയ വിജേഷൻ ചേട്ടന് നമുക്ക് ഏതെങ്കിലും ഒരു കള്ളിയിൽ ഒതുക്കി നിർത്താവുന്ന ആളല്ല. വൈവിധ്യമാർന്ന മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളുണ്ട്. ഒരു കാലത്ത് ലോക സിനിമയെ അതിൻ്റെ ആസ്വാദനവും അതിൻ്റെ വിമർശനവും അതിനെ സംബന്ധിച്ചുള്ള ചരിത്രവും ആളുകൾ മനസ്സിലാക്കിയെടുത്തത് അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങളിലൂടെയാണ്. ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിലും നോവലിസ്റ്റ് എന്ന നിലയിലും അങ്ങനെ നിരവധി മേഖലകൾ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു ഓർമ്മക്കുറിപ്പുകളടങ്ങിയ ജീവിതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണിത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫൊക്കാന അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ ഇതിന് കിട്ടിയിട്ടുണ്ട്. ഓർമ്മകളെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ആശയ സംവാദത്തിന് വേണ്ടി നമുക്ക് മറ്റൊരാളിലേക്ക് കടക്കാം. ഒരുപക്ഷെ സമയത്തിനെതിരെ സഞ്ചരിക്കുന്ന ഏക ഒരു അനുഭവം ഓർമ്മകൾ മാത്രമാണ്. മുന്നോട്ടിങ്ങനെ ഭൂമിൻ്റെ ഉരുൾച്ചയാണ് സമയമായി മാറുന്നത്. ആ സമയത്തിനെതിരെ നമുക്ക് ചിന്തിക്കാൻ, സഞ്ചരിക്കാൻ ഓർമ്മ മാത്രമേ ഉള്ളൂ. വിലപ്പെട്ട ഓർമ്മകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം. ഞാൻ ഈ പുസ്തകം എൻ്റെ പ്രകാശ ചടങ്ങിൽ തന്നെ ഞാനിത് വായിച്ചിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഓരോരുത്തരും വായിക്കേണ്ട പുസ്തകവുമാണിത്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രം അദ്ദേഹത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിൻ്റെ വായന അനുഭവത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കവിയുമായ പ്രിയപ്പെട്ട ശരത്ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം. താഴെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ആരുടെയും മുഖമൊന്നും കാണാൻ പറ്റാത്ത, അതുകൊണ്ട് ഞാൻ നിന്ന് സംസാരിക്കുകയാണ്. ദയവ് ചെയ്ത് അനുവദിക്കുക. വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന മഹത് വ്യക്തികളെ,
ഏവർക്കും എൻ്റെ വിനീതമായി കൂപ്പുകൈ. ശ്രീ വിജയകൃഷ്ണൻ എൻ്റെ ദീർഘകാല സുഹൃത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാണും. അദ്ദേഹത്തിൻ്റെ ശിവപുരത്തെ ശാന്തിക്കാരൻ എന്ന ആത്മകഥാപരമായ പുസ്തകം, അതിൻ്റെ ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ചതിൽ ആദ്യമായി എൻ്റെ സുഹൃത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ഞാൻ അല്പം ചെറിയ വാക്കുകളിലൂടെ ഞാൻ വിജയകൃഷ്ണനെ ഞാൻ വരയ്ക്കാൻ ശ്രമിക്കാം. 70കളിൽ തുടങ്ങുന്ന കഥയാണത്. സൂക്ഷ്മമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 73-74 കാലഘട്ടത്തിൽ ടാഗോർ തിയേറ്ററിൽ ചിത്രലേഖയുടെയും പിന്നീട് ചലച്ചിത്രയുടെയും സിനിമകൾ കാണാനായിട്ട് ഞാൻ എത്തിയിരുന്നു. അവിടെ വെച്ചാണ് ശ്രീ വിജയകൃഷ്ണനെ ഞാൻ കാണുന്നത്. പക്ഷേ കണ്ടതിന് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നേരിൽ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബന്ധുവായ ശ്രീ സതീശ്, എൻ്റെ ഉറ്റ സുഹൃത്തായ ശ്രീ PS പ്രദീപ് എന്നിവരാണ് വിജയകൃഷ്ണനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഈ നിധിപേടകം എന്ന ചിത്രത്തിൻ്റെ പ്രാരംഭ നടപടികളിൽ നടക്കുന്ന സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ അദ്ദേഹം ഒരുമിച്ച്, എനിക്കത് മുഴുവനായിട്ട് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല, അങ്ങിങ്ങായിട്ട് പറയാം, നിധിപേടകത്തിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ടുള്ള കോട്ടൂർ സ്ഥലം കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചു. അതെൻ്റെ ഒരു ഓർമ്മയിലുള്ളതാണ്. പിന്നീടുള്ള ഓർമ്മ, ഞാൻ ഈ ലിറ്റിൽ മാഗസീനുകളിലൊക്കെ എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ അന്തീർക്കോണത്തുള്ള അന്തീർക്കോണം എന്ന് പറഞ്ഞാൽ അവിടെ പൊട്ടങ്കാവെന്ന് പറയാം, കറക്റ്റായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോകുമായിരുന്നു. അവിടെ വച്ച് എനിക്ക് ഏറ്റവും അതിശയം തോന്നിയൊരു കാര്യം പറയാം. ഞാൻ ആദ്യമായിട്ട് മഞ്ഞക്കടലാസിലിരുന്ന് എഴുതുന്ന ഒരാളെ കാണുകയാണ്. നമ്മളെല്ലാവരും വെള്ളക്കടലാസിലല്ലേ സാഹിത്യം എഴുതുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, വിജേഷ് ഈ കടലാസ് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ കിട്ടി എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ ഈ മഞ്ഞക്കടലാസിൽ എഴുതുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എൻ്റെ ഓർമ്മയിലുള്ള ഒരു രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സമീക്ഷ എന്ന ഗ്രന്ഥത്തിന് ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ, ഈ പുസ്തകത്തിൽ അതിൻ്റെ വിശദാംശങ്ങളൊന്നുമില്ല, അതിനെപ്പറ്റി കിട്ടിയതായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ജന്മനാട്ടിലൊരു സ്വീകരണം ഉണ്ടായി. ആ സമയത്ത് ശ്രീ നരേന്ദ്രപ്രസാദ്, ഞാൻ, കൃഷ്ണൻകുട്ടി നായർ, ശ്രീ M രാജീവ് കുമാർ, PS പ്രദീപ്, നമ്മുടെ സിനിമ നിരൂപകനും ഒക്കെ ആയിട്ടുള്ള PS പ്രദീപ്, അദ്ദേഹത്തിനെ എല്ലാവരെയും ശ്രീ വിജയകൃഷ്ണൻ ക്ഷണിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പക്ഷേ നരേന്ദ്രപ്രസാദ് സാറിനെ കണ്ടില്ല. അപ്പോഴത്തേക്കും വിളക്ക് കൊളുത്തേണ്ട സമയമായി. അപ്പം പ്രസാദ് സാറിനെയാണെന്ന് തോന്നുന്നു വിളക്ക് കൊളുത്താനായിട്ട് നിശ്ചയിച്ചിരുന്നത്. ഈ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അവിടുത്തെ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ചേർന്നാണ് വിജയകൃഷ്ണന് സ്വീകരണമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ചടങ്ങിൽ വെച്ച് വിളക്ക് കൊളുത്തുന്ന കാര്യം, അപ്പോൾ ഓരോരുത്തരും അന്യോന്യം നോക്കി ആര് വിളക്ക് കൊളുത്തും. കൃഷ്ണൻകുട്ടി നായർ എന്നെ നോക്കി, പ്രദീപ് എന്നെ നോക്കി, രാജീവ് എന്നെ നോക്കി. അപ്പോൾ ഇവരെല്ലാവരും നോക്കുന്നത് ഞാൻ വിളക്ക് കൊളുത്തണം എന്നുള്ളതാണെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ആകെ ഒരു എന്ത് ചെയ്യുന്നുള്ളൊരവസ്ഥയിൽ അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് വിളക്ക് കൊളുത്തിയിട്ട് കൃഷ്ണൻകുട്ടി നായരെ കൂടെ അങ്ങോട്ടേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിനെ കൂടെ തെളിപ്പിച്ചു. ആ ഒരു ഓർമ്മ എനിക്ക് ഉണ്ട്. അപ്പോൾ ഓർമ്മകൾ ഇത്രയോ ഞാൻ പങ്കുവയ്ക്കുന്നുള്ളൂ. ആദ്യ പുസ്തകം ആദ്യാനുരാഗം എന്നൊരു ഘട്ടം, ഒരു ചാപ്റ്ററുണ്ട്. ഇവിടെ അങ്ങനെ ചാപ്റ്ററൊന്നും ആരും വായിക്കാനുള്ള സമയമില്ല. അതിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭാഗം മാത്രം ഞാൻ പറയാം. പള്ളിക്കൂടം വിട്ടുവരുന്ന വഴിയിലായിരുന്നു ഗ്രാമോദ്ധാരണ ഗ്രന്ഥശാല.
അതിനകത്ത് കയറിയിരുന്ന് പത്രങ്ങളും വാരികകളും മറിച്ചു നോക്കും, വായിക്കും. ഇവൻ എന്തിനാണ് ഈ വായിക്കണത് എന്ന് ചോദിച്ച് മുതിർന്നവർ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പുസ്തകങ്ങൾ എടുക്കണമെങ്കിൽ അംഗത്വം വേണം. വൈകുന്നേരം ലൈബ്രറിയൻ എത്തുകയുള്ളൂ. അന്നേരമേ പുസ്തകങ്ങൾ വച്ചിട്ടുള്ള മുറി തുറക്കുകയുള്ളൂ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു സായാഹ്നത്തിൽ അമ്മയുടെ അനുവാദവും വാങ്ങി ഞാൻ ലൈബ്രറിയൻ്റെ അടുത്ത് ചെന്നു. പരിചയമുള്ള ആളാണ്. അയാൾ എന്നെ അത്ഭുതത്തോടെ നോക്കി. നിന്നെപ്പോലെ ഒരു ചെക്കന് എങ്ങനെ മെമ്പർഷിപ്പ് തരും? അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകൾ നീട്ടി. വരിസംഖ്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വിഷമത്തോടെ പറഞ്ഞു, വരിസംഖ്യ അല്ല പ്രശ്നം, നീ ഒരു കൊച്ചുകുട്ടിയല്ലേ. അന്നേരം അതൊക്കെ കേട്ടുനിന്ന ഒരാൾ ഇടപെട്ടു. അവൻ്റെ അച്ഛൻ എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ, അവനും അതിൻ്റെ വാസന കാണും. നീ ആ കൊച്ചിന് മെമ്പർഷിപ്പ് എഴുതിക്കൊടു. ഇതാണ് പറഞ്ഞത്. ഇനി ശേഷം ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അടുത്തായിട്ട് നമ്മുടെ സിനിമാ സംവിധായകനും നിർമ്മാതാവൊക്കെ അനിൽ ദേവാണ് സംസാരിക്കുന്നത്. വിജയകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു ശിഷ്യനെന്ന് തന്നെ പറയാം. ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ടാവും. വേദിയിലെ ബഹുമാന്യതരെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, ഈ ശിവപുരത്തെ ശാന്തിക്കാരൻ എന്ന പുസ്തകം മികച്ച വായനാനുഭവം നൽകുന്ന ഒരു പുസ്തകമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ മെരിറ്റ്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വായിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. അതായത് ആഴത്തിലുള്ള ചിന്തകൾ പ്രസരിപ്പിക്കുമ്പോഴും മികച്ച വായനാനുഭവം. ലളിതമായി വായിക്കുന്ന ഒരാളിന് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് അതിൻ്റെ രചന രീതി. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും, എല്ലാ സഹൃദയർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലാണ് ആശയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകമാണിത്. 51ാമത്തെ പുസ്തകമാണ്. 50 പുസ്തകങ്ങൾ നോവലും കഥയും സിനിമയെ പറ്റിയുള്ള ലേഖനങ്ങളുമായിട്ട് പരിണമിച്ചെങ്കിൽ 51ാമത്തെ പുസ്തകം അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകളായിട്ടാണ് പുറത്തു വന്നത്. ഈ അനുഭവക്കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ വൈയക്തിക ജീവിതമാണ് പ്രതിഫലിപ്പിക്കുന്നതെങ്കിലും 1970 മുതൽ കേരളത്തിൻ്റെ സാഹിത്യ സിനിമ ചരിത്രവും കൂടെ അതിനോടൊപ്പം വരുന്നുണ്ട്. അതായത് ഒരു ഡോക്യുമെൻ്റ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരു ഡോക്യുമെൻ്റായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് മലയാള സിനിമയുടെ പരിണാമത്തിൻ്റെ വികാസ പരിണാമങ്ങളുടെ ചരിത്രം. കേരളത്തിൽ ദൂരദർശൻ സംപ്രേഷണം ആരംഭിച്ചതു മുതലുള്ള സീരിയൽ ചരിത്രം ഇതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. 18 ചാപ്റ്ററുകളായി ഒരു ഇൻ്റർവ്യൂവും ഉൾപ്പെടെ ഒരു വിശാലമായ ഒരു പുസ്തകമാണ്. ഈ 18 ചാപ്റ്ററുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല പല ഭാഗങ്ങൾ, അദ്ദേഹം അടുത്തിടപഴകിയ മഹത് വ്യക്തികൾ, ഇവരെക്കുറിച്ചുള്ള വിശദമായ അനുഭവക്കുറിപ്പുകളുണ്ട്. വളരെ രസകരമായിട്ടാണ് ഇതെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ മികച്ച ചിന്തകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും വളരെ രസകരമായിട്ടാണ് എല്ലാം അവതരിപ്പിക്കുന്നത്. അതിൽ ആദ്യം ഇതിൻ്റെ പേര് തന്നെ ശിവപുരത്തെ ശാന്തിക്കാരൻ എന്നാണ്. അപ്പോൾ ശിവപുരത്തെ ശാന്തിക്കാരൻ എന്നുള്ള ആ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ ഞാൻ ഒരു ശാന്തിക്കാരനാണ്, അതേസമയം ഒരു കൊലപാതകിയുമാണ് എന്നുള്ളൊരു സെൻറ്റൻസിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് കൗതുകമുണർത്തുന്ന ഒരു സെൻറ്റൻസാണ്. പിന്നെ വായിച്ചു വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു ജ്യോത്സ്യൻ, കോട്ടുകാലുള്ള ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തിനോട് പറഞ്ഞ കഥയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു രാജേന്ദ്രൻ. ആ രാജേന്ദ്രനോട് ഈ ജ്യോത്സ്യൻ പറയുകയാണ്, നിങ്ങൾ മുമ്പ് ശിവപുരത്തെ ശാന്തിക്കാരനായിരുന്നു, അവിടെ ഒരു താഴ്ന്ന ജാതിയിലുള്ള ഒരു സുന്ദരിയായ ഒരു യുവതി എല്ലാ ദിവസവും വൈകുന്നേരം സന്ധ്യാരാധനയ്ക്ക് വരുമെന്നും അവിടെ വെച്ച് നിങ്ങൾ പ്രണയത്തിലായി. മുൻ ജന്മത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. മുൻ ജന്മത്തിൽ അങ്ങനെ ആയിരുന്നു. അപ്പോൾ പ്രണയത്തിലായി, അവൾ ഗർഭിണിയായി, നിങ്ങൾ ഭയപ്പെട്ട് ക്ഷേത്രക്കുളത്തിൽ അവളെ തള്ളിയിട്ട് കൊന്നു. ഇതാണ് നിങ്ങളുടെ മുജ്ജന്മം. അപ്പോൾ ആ ശാപവും അതിനകത്തോടൊന്നുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ച് ഈ ജന്മം തീരൂ. അപ്പോൾ രാജേന്ദ്രന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിജയകൃഷ്ണൻ സാറിനെയും കൊണ്ട് വീണ്ടും ആ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി രാജേന്ദ്രൻ അകത്ത് കയറിയില്ല. രാജേന്ദ്രൻ മാറിയിരുന്നു. വിജയകൃഷ്ണൻ സാർ അകത്ത് കയറി. ആ ജ്യോത്സ്യൻ ഇതേപോലെ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ മുജ്ജന്മത്തിൽ ശാന്തിക്കാരനായിരുന്നു, അതും ശിവപുരത്തെ ശാന്തിക്കാരനായിരുന്നു. അവിടെ ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു പെൺകുട്ടി വന്നു, നിങ്ങളൊരു കൊലപാതകം ചെയ്തു. ഇതേ കഥ ആവർത്തിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ജ്യോതിഷിയെ കളിയാക്കുകയല്ല ചെയ്യുന്നത്, ഈ ചില ജ്യോത്സ്യന്മാരുടെ പ്രത്യേക രീതിയിലുള്ള അവതരണ രീതിയാണ് അതിൽ പറയുന്നത്. പക്ഷെ നന്നായിട്ട് വളരെ രസകരമായി തന്നെ പറഞ്ഞുകൊണ്ടാണ്
ഇത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞാലുടൻ തന്നെ അച്ഛനെ പറ്റി പറയുന്നുണ്ട്. അച്ഛൻ എന്ന സന്യാസി എന്നാണ് അടുത്തൊരു ചാപ്റ്റർ. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അച്ഛൻ സന്യാസിയായി മാറിയതും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലം, സന്യാസത്തിലെ ചില കപടതകളും ചില നല്ല കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നഷ്ടനാണയം എന്ന് പറഞ്ഞ വളരെ നല്ലൊരു അനുഭവക്കുറിപ്പുണ്ട്. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ട്രിവാൻഡ്രത്ത് സാഹിത്യത്തിൽ എന്തെങ്കിലും ആവാൻ വേണ്ടി നടക്കുന്ന സമയത്ത് 2 ദിവസം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല, ഒന്നും കിട്ടാത്തതുകൊണ്ട്. ആ സമയത്ത് കുരുക്ഷേത്രം എന്ന് പറഞ്ഞൊരു മാസിക അദ്ദേഹം ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുരുക്ഷേത്രത്തിൻ്റെ കോപ്പിയും കൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ഇത് ആർക്കെങ്കിലും കൊടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരൊറ്റ ആഗ്രഹത്തിൽ നടന്ന് ഒരു കൂട്ടുകാരനെ കണ്ടുപിടിച്ചു. 35 പൈസയാണ് ഇതിൻ്റെ വില. അപ്പോൾ ആ കൂട്ടുകാരന് ഈ ഒരു കുരുക്ഷേത്രത്തിൻ്റെ കോപ്പി അടിച്ചേൽപ്പിച്ചതിന് ശേഷം 50 പൈസ അവനിൽ നിന്ന് വാങ്ങുന്നു. തിരിച്ച് 15 പൈസ കൊടുക്കാനില്ല. അവനോട് ക്ഷമാപണം നടത്തി 50 പൈസയായിട്ട് ഭക്ഷണം കഴിയുമ്പോൾ 2 ദിവസം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലേക്ക് വന്ന് അദ്ദേഹത്തിന് ഒന്ന് ഉൾവിളി പോലെ വയറൊഴിച്ചതിന് ശേഷം കഴിക്കാം എന്നുള്ളൊരു ചിന്ത വരുന്നു. അദ്ദേഹം നേരെ അന്ന് പബ്ലിക് ലൈബ്രറിയിലെ ടോയ്ലറ്റ് പൊതുവായിട്ട് ഉപയോഗിക്കാം ഇന്നത്തെ പോലെ തന്നെ. അപ്പോൾ അവിടെ പോകുന്നു. അവിടെ പോയി ക്ലോസറ്റിലേക്ക് ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിക്കുന്നു. ഈ നാണയം നേരെ ക്ലോസറ്റിനുള്ളിലേക്ക് വീഴുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ സംജാതമാവുന്നു. പിന്നെ വളരെ മിറക്കിൾ പോലെ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു. ഇത്തരത്തിലുള്ളൊരു അനുഭവമാണ് ഈ നഷ്ടനാണയത്തിൽ പറയുന്നത്. ഇതുപോലെ നമ്മൾ വ്യത്യസ്തനാമൊരു ബാർബറും വൃക്ഷത്തിൻ്റെ പക്ഷത്തിലെ പക്ഷി എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത 4-ാമത്തെ ചാപ്റ്റർ വരുന്നത്. അത് പ്രാസം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൻപുറത്ത് ജീവിച്ചിരുന്ന ഒരു കവിയെ പറ്റിയാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഒരു കവി മാത്രമല്ല, അത്തരത്തിലുള്ള ആൾക്കാർ, അതായത് നമ്മുടെ സിനിമയ്ക്കകത്ത് കഥ പറയുമ്പോൾ എന്ന സിനിമയ്ക്കകത്ത് വ്യത്യസ്തമായൊരു ബാലനാം ബാർബർ എന്ന് പറഞ്ഞ ഒരു സലീം കുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്. അതുപോലുള്ള കഥാപാത്രങ്ങൾ ജീവിതത്തിൽ പരിചയപ്പെട്ടതും നാട്ടിലുണ്ടായിരുന്നതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്, ഈ പ്രാസം പറയുന്ന ആൾ ഉൾപ്പെടെ. ഇത് കഴിഞ്ഞ് വരുന്ന ചാപ്റ്റർ ആദ്യ പുസ്തകം ആദ്യ അനുരാഗം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത് അദ്ദേഹത്തിൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ, BA-ക്ക് പഠിക്കുമ്പോൾ MA-ക്ക് പഠിച്ചിരുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടുന്നതും അത് അനുരാഗം പോലെ ഫീൽ ചെയ്തതും അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. വളരെ രസകരമായി വായിച്ചിരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അടുത്ത ആകസ്മികതയുടെ ആഹ്ലാദം, അതായത് 1982 മികച്ച ചലച്ചിത്രകൃതിക്കുള്ള അവാർഡ് 1983 പ്രഖ്യാപിക്കുമ്പോൾ ഇദ്ദേഹം ഇത് അറിയുന്നേ ഇല്ല. അന്ന് പത്രത്തിലൂടെ മാത്രമേ നമുക്കിത് വായിക്കാൻ പറ്റൂ, ഇത് അറിയാൻ പറ്റുള്ളൂ. അന്ന് ഇദ്ദേഹം അറിയുന്നേ ഇല്ല. ഇദ്ദേഹം കന്യാകുമാരി പോയിട്ട് ട്രിവാൻഡ്രത്തേക്ക് യാത്ര ചെയ്ത് വരികയാണ്. അപ്പോൾ തക്കല എത്തുമ്പോൾ ഒരു ഇന്ത്യൻ എക്സ്പ്രസ് പത്രം അയാൾ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് കൂടെയാണ് ഇത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകസ്മികമായി കിട്ടിയ ആ അവാർഡിനെ പറ്റി പറയുന്നതാണ് ആ ചാപ്റ്റർ. മലയൻകീഴിലെ വിദ്യാർത്ഥി എന്ന് പറയുന്നതാണ് അടുത്ത ചാപ്റ്റർ. ഈ മലയൻകീഴിലാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം 3 വർഷങ്ങൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചെലവഴിച്ചത് മലയൻകീഴിലെ ആനപ്പാറ എന്ന് പറഞ്ഞ ഹൈസ്കൂളാണ്. ഇപ്പോഴുമുള്ള ഹൈസ്കൂളാണ്, വളരെ അറിയപ്പെടുന്ന സ്കൂളാണ്. അവിടെ പഠിച്ച കാലത്തുണ്ടായ കുറേ അനുഭവങ്ങളും കാര്യങ്ങളുമാണ് അതിനകത്ത് പറയുന്നത്. അടുത്ത് ദൂരദർശൻ പുലർവേളയിൽ എന്നുള്ളൊരു ചാപ്റ്ററാണ് തൊട്ടടുത്ത് പറയുന്നത്. ദൂരദർശൻ ആദ്യമായിട്ട് കേരളത്തിലെത്തുന്നതും 3 മണിക്കൂർ മാത്രമുള്ള പ്രോഗ്രാമായിട്ടാണ് ദൂരദർശൻ കേരളത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി രൂപവാണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി രൂപീകരിക്കുന്നതും തിക്കുറിശ്ശിയുടെ മരുമകൻ അതിൻ്റെ MD ആവുന്നതും വിജയകൃഷ്ണൻ സാറ് ഡയറക്ടർ ആവുന്നതുമായിട്ട് പറയുന്ന ആ ചാപ്റ്ററിൽ ദൂരദർശൻ്റെ ജനനവും അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ ഇൻഫോർമേറ്റീവുമാണ്. ഇങ്ങനെ ഞാൻ വിശദമായി എല്ലാം പറയുന്നില്ല. ഇങ്ങനെ 18 ചാപ്റ്ററുകൾ, അതായത് മലയാള സിനിമ അടുത്ത തിക്കുറിശ്ശിയെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ആളുകളെ പറ്റി പറയുന്നുണ്ട്. സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അങ്ങനെ വളരെ മികച്ച വായനാനുഭവം നൽകും. ഉറപ്പായിട്ടും നിങ്ങൾ വായിക്കുക, മനനം ചെയ്യുക. ശ്രീ അനിൽദേവ് ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ലളിതമായി അതിമനോഹരമായി വായിക്കാവുന്ന ഒരു പുസ്തകമാണിത്. പക്ഷേ ആഴത്തിൽ ജീവിതാനുഭവങ്ങളെ നമ്മുടെ മുമ്പിൽ വ്യാഖ്യാനിച്ച് തരികയും ചെയ്യുന്നു. ഇത് തുടർ ചർച്ചകൾ ആവശ്യപ്പെടുന്നൊരു ബുക്കാണ്. അടുത്തതായിട്ട് ഇത് നമ്മളോട് സംസാരിക്കുന്ന എഴുത്തുകാരൻ ഗുൽഷാദ് വെഞ്ഞാറമൂടാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയങ്കരനായ വിജയകൃഷ്ണൻ സാറിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്
നിയമസഭയിലൊരു ബഹുമതിയായി കരുതുന്നു. എനിക്ക് വിജയകൃഷ്ണൻ സാറിനെ 2012 ചലച്ചിത്ര സമീക്ഷ എന്ന ഗ്രന്ഥം ഞാൻ വായിച്ചു യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ തന്നെ ഞാൻ പാളയത്ത് നിന്ന് നടന്ന് ആ വിലാസം നോക്കി പൂജപ്പുരയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ബെല്ലടിച്ചു. അവിടെ ചെന്നപ്പോൾ എനിക്ക് സംശയം തോന്നി, കാരണം അവിടെ അന്ന് പണി നടക്കുകയായിരുന്നു. ബെല്ല് ഇളക്കിയിട്ടേക്കായിരുന്നു. അങ്ങനെ കുറേ നേരം ബെല്ലടിച്ചിട്ട് കതവിൽ പൊട്ടി. 11:30 അപ്പോൾ തന്നെ വിജയകൃഷ്ണൻ സാർ വന്ന് കതവ് തുറന്നിട്ട് പറഞ്ഞു, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ബെല്ലടിച്ചാൽ കിട്ടൂല, ഞാനിപ്പോൾ കോഴിക്കോട് പോയിട്ട് വന്നേ ഉള്ളെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് സാറ് പറഞ്ഞ് ഇങ്ങനെയൊന്നും പുസ്തകം വായിക്കാനും പ്രയാസപ്പെടില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. എന്നോട് പേരും സ്ഥലമൊക്കെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ സ്ഥലം ശരിക്കും ബെഞ്ഞാറമൂടാണ്, എൻ്റെ അച്ഛൻ്റെ സ്ഥലം എന്ന് പറഞ്ഞ് പുസ്തകം വായിച്ച സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഞാൻ സാറിനെ വിളിക്കും, അങ്ങനെയാണ്. പിന്നെ പല ഇതുമുണ്ട്. അപ്പോൾ അതൊന്നും ഇനിയിപ്പോൾ സമയം എല്ലാവർക്കും മനസ്സിലാവും വിശദീകരിക്കുന്നത്. പിന്നെ ഇത് സംഭവിച്ച ഈ പുസ്തകം കഴിഞ്ഞ ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവത്തിനാണ് എൻ്റെ കൈ കിട്ടുന്നത്. അങ്ങനെ ഞാൻ ജൂണിൽ സമയക്കുറവുള്ളതുകൊണ്ട് ബസ്സിലിരുന്നാണ് വായിച്ചത്. നല്ല രസമാണ് വായിച്ചു പോകാൻ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി സാറിനെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ ഇന്ന് പെട്ടെന്നൊന്നുകൂടെ വായിച്ചു. അന്ന് വായിച്ചുകൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് കിട്ടും വായിക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം, നല്ല വായനാനുഭവം, നല്ല രസമുള്ള പുസ്തകമാണ്. പക്ഷേ ചില രസമുണ്ടെങ്കിലും നമ്മൾക്ക് മനസ്സിന് വല്ലാത്ത വേദന തോന്നും. കാരണം വേറൊന്നുമല്ല, ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വന്ന കുട്ടി, വളരെയേറെ കഴിവുള്ളൊരു കുട്ടി, എങ്ങനെ വരുമാനം ഒരു വലിയ വിഷയമാണല്ലോ മനുഷ്യന്. അപ്പം വളരെയേറെ ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയും ജീവിതം അർപ്പിച്ചൊരു കുട്ടി. കാരണം നമുക്കറിയാം, കലാകൗമുദിയിൽ സാറിൻ്റെ ഒരു പങ്ക്തിയുണ്ട്, ലോക സിനിമയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം അങ്ങനെയെല്ലാം ഇതിൻ്റെ പിന്നിലുള്ള കണ്ണുനീരുണ്ട്. പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞാലും വിജയകൃഷ്ണൻ സാർ നമുക്ക് അഭിമാനമാണ്. കാരണം ഇപ്പം 60 വർഷമാണ് സാർ ആഘോഷിച്ചത്. ഈ അടുത്തടുത്ത് വെഞ്ഞാറമൂട് ഒരു പരിപാടിയിൽ വന്ന് സാറ് സംസാരിച്ചപ്പോൾ അവിടെ ഉള്ളവരെല്ലാം വളരെ സന്തോഷത്തോടെ പറഞ്ഞ് സാറ് വെഞ്ഞാറമൂട്ടിലുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിഞ്ഞുകൂടുന്നേ ഉള്ളൂ, പക്ഷേ നമ്മൾ അഭിമാനമാണെന്ന് അവിടെ MLA അടക്കം എല്ലാവരും പറഞ്ഞ് ഇനി പരിപാടിക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ലോക സിനിമയിൽ, ഇപ്പോൾ മലയാള ഭാഷയാണ് ലോക സിനിമയാണല്ലോ, അപ്പോൾ ലോക സിനിമയിൽ തന്നെ 1-ാം തരത്തിൽ നിൽക്കുന്ന നിരൂപകനാണ്. അപ്പോൾ സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറയുന്നതല്ല, അതൊരു സത്യം തന്നെയാണ്. പിന്നെ ദേശീയ ചലച്ചിത്ര അവാർഡ് രചനാഭാഗത്തിന് കിട്ടിയത്. പിന്നെ എൻ്റെ ഒരു പെട്ടെന്നുള്ള കണക്ക് കൂട്ടലിൽ 6 സംസ്ഥാന അവാർഡാണെന്നാണ് തോന്നുന്നത്. 5 കൂടുതൽ 6, അങ്ങോട്ട് കൂടുതലുണ്ടോ എന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല. ഒരു പക്ഷേ ഉണ്ടാവും, 6ആണ്. അതേപോലെ തന്നെ ആദ്യം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയിൽ അംഗം വരുന്നിട്ടുണ്ട്. KS യാദമാധവൻ അധ്യക്ഷനായിരുന്നു. 83, 82, 81, 83 തോന്നുന്നത്. ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദേശീയ പുരസ്കാരം. അതിനുശേഷം പിന്നെ ദേശീയ ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയിൽ അംഗമായിരുന്നിട്ടുണ്ട്. അതേ വർഷം തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയിലും അംഗമായിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരേ വർഷം സംഭവിക്കുന്നതല്ല. അപ്പോഴാണ് നമ്മുടെ പ്രിയങ്കരനായ മരിച്ചുപോയ വളരെ കഴിവുള്ള MG രാധാകൃഷ്ണന് മികച്ച ക്യാമറമാനുള്ള അവാർഡ് കിട്ടുന്നത്. നമ്മളതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചുമ്മാ കൊടുത്തെന്നല്ല, പക്ഷേ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾ ശ്രദ്ധിക്കുക, അതിനുവേണ്ടി അവിടെ പറയണമല്ലോ, മിണ്ടായിരിക്കാതെ. അപ്പോൾ വിജയകൃഷ്ണൻ സാർ അവാർഡ് കമ്മിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. കാരണം സിനിമയെ പറ്റി വല്ലതും അറിയാം എന്നുള്ളതാണ്. പിന്നെ ബാക്കി 2-3 കാര്യങ്ങൾ പറയാനുള്ളത്, ഇത് നമുക്ക് മികച്ച വായനാനുഭവം തരുന്ന പുസ്തകമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, സാറ് മിക്കവാറും ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തൽ, സാറിൻ്റെ കഴിവ് പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കാനൊരു അവസരം സാറിന് കിട്ടിയിട്ടില്ല, നല്ലൊരു പ്രൊഡ്യൂസറും അങ്ങനെയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തൊരു പരിപാടിയിൽ മോഹൻലാലിനോട് സാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൻ്റെ അടിയിൽ കുറിച്ച് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഈ വർഷം സാർ സംവിധാനം ചെയ്യണം, അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിനെ വിളിക്കുകയും ചെയ്തു. അപ്പം അതുപോലെ എന്തെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമാവട്ടെ എന്ന് പറഞ്ഞു എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും വായിക്കണം. വിജയകൃഷ്ണൻ സാറിൻ്റെ തുടർന്നുള്ള സേവനം നമുക്ക് കിട്ടാനും സാറിന് നല്ലൊരു ആയുരാരോഗ്യവും എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ വേണ്ടപ്പെട്ടവരാണ് വിജയകൃഷ്ണൻ സാറിൻ്റെ, വളരെ വേണ്ടപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെ പ്രശസ്ത എഴുത്തുകാരായിട്ടുള്ള M. രാജീവ് കുമാർ ചേട്ടന്, പ്രദീപ് പനങ്ങാട്, മുഹമ്മദ് ഷാ, സലീം, ഇവരൊക്കെയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ 2 വാക്കുകൾ ഒന്ന് അനുസ്മരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുസ്തകത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. 3 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ശ്രീ വിജയകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചലച്ചിത്ര നിരൂപണം ഒരു ശൈശവ ഘട്ടത്തിൽ, ശൈശവ നിരൂപണം എന്ന് പറയുമ്പോൾ ഒരു സാഹിത്യ രൂപമായി തന്നെ ചലച്ചിത്ര നിരൂപണത്തെ കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ വിജയകൃഷ്ണൻ എന്ന ഒരാൾ മാത്രമാണ്. മാത്രം എന്നുള്ളത് അടിയിൽ വഴയിട്ട് പറയേണ്ടത്. അതുവരെ സിനിമ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. സിനിമാ നിരൂപണം എന്ന് പറയുന്നത് സർഗാത്മകമാണ് എന്ന് മലയാളികളെ ബോധ്യപ്പെടുത്തുന്നത് 70കളുടെ മധ്യത്തിലാണ്. ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് മുൻപുള്ള കാലഘട്ടത്തിലാണ് വിജയകൃഷ്ണൻ സിനിമാ നിരൂപണത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഘട്ടമാണ്
ഈ മലയാള നിരൂപണം യഥാർത്ഥത്തിൽ ഇന്ന് പിന്തുടരുന്ന പുതിയ തലമുറയിൽ വളരെ ശക്തമായിട്ടുള്ള നിരൂപണ സാന്നിധ്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം പിതാവായിട്ട്, അതുകൊണ്ട് കുറച്ച് മുമ്പ് ഞാൻ പറയുകയായിരുന്നു, ഇനി പിൽക്കാലത്ത് ഓർക്കുന്നത് ആധുനിക സിനിമാ നിരൂപണത്തിൻ്റെ പിതാവ് ആര് എന്ന് ചോദിക്കുമ്പോൾ വിജയകൃഷ്ണനാണ്. ആ വിധത്തിലുള്ളൊരു നിരൂപണ പദ്ധതി ഇല്ല. എനിക്കൊരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തോടുണ്ടായിരുന്നത്, ആ നിരൂപണ പദ്ധതി 80കളുടെ മധ്യത്തിൽ അദ്ദേഹം ദൃശ്യമാധ്യമത്തിലെ മറ്റു കാര്യങ്ങളിൽ, ഈ ഡോക്യുമെൻ്ററി, അതുപോലെ തന്നെ സിനിമ, അതൊക്കെ ഒരു ആവശ്യമായ കാര്യമാണെങ്കിൽ പോലും അവിടെ ഒരു ചെറിയ മങ്ങൽ വന്നിട്ടില്ലേ എന്നുള്ളതാണ് സംശയം. ആ ധാര കൃത്യമായിട്ട് വരുന്നില്ല. അപ്പോഴത്തേക്കും പുതിയ ചലച്ചിത്ര നിരൂപകരൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയ ഒരു അടിത്തറയുണ്ട്. അന്നങ്ങനെ സിനിമ കാണാനൊന്നുമുള്ള സൗകര്യമില്ല. അദ്ദേഹം ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പലയിടത്ത് ഋത്തികെട്ടക്കും അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണിച്ച ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. 70കളുടെ മധ്യാഹ്നത്തിലും 80കളുടെ അതിൽ കൂടെ ഈ കേരളം മുഴുവൻ ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമാ സംസ്കാരമാണ് ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ്സ്. ഇതിൽ സിനിമ കാണിക്കുക മാത്രമല്ല, ആ സിനിമയെ വ്യാഖ്യാനം ചെയ്യുന്നതിലും വിജയകൃഷ്ണൻ വളരെ മുൻപന്തിയിലായിരുന്നു. ആ കാലഘട്ടം ദേശാഭിമാനി വാരികയിൽ എഴുതിക്കൊണ്ടിരുന്ന ലേഖനങ്ങൾ, ഏത് സമാന്തര പ്രസിദ്ധീകരണങ്ങളിലും സിനിമയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആദ്യ ലക്കത്തിൽ തന്നെ അത് വിജയകൃഷ്ണൻ തന്നെയായിരിക്കും. അധികം ആളുകളൊന്നും വന്നില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാം, അദ്ദേഹത്തിൻ്റെ ഖ്യാതി ഇനി അദ്ദേഹം എഴുതിയില്ലെങ്കിൽ പോലും ഒരു സ്ഥിര പ്രതിഷ്ഠ അദ്ദേഹത്തിനുണ്ട്. ഇനി 1 മിനിറ്റ് 5 സെക്കൻഡ്. വളരെ 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 നന്ദി. സുഭാഷ് വർമ്മ എഴുത്തുകാരൻ ഇവിടെ നിൽപ്പുണ്ട്. ഒരു മിനിറ്റ് സംസാരിക്കാം. മുഹമ്മദ് ഷായും മുഹമ്മദ് സലീമും ഒക്കെ ഉണ്ട്. നിങ്ങളൊക്കെ വളരെ വിജയകൃഷ്ണൻ ചേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ ഉള്ളവരാണ്. കുഴപ്പമില്ല, 2 മിനിറ്റ് കൂടെ. വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. തയ്യാറായിട്ടുമല്ല വന്നിട്ടുള്ളത്. പെട്ടെന്ന് റഹീം വിളിച്ചതാണ്. വിജയകൃഷ്ണൻ സാറിന് ഈ പറഞ്ഞ പോലെയാണ്, നമ്മൾ ഈ ചില മേഖലയിൽ ഇപ്പം പാട്ടിൻ്റെ നിരൂപണം എന്ന് കേട്ട് കഴിഞ്ഞാൽ TP ശാസ്ത്രമംഗലം എന്ന് കേൾക്കുന്നത് പോലെ ഒരു സമയത്ത് ചലച്ചിത്ര ശരിക്കും നിരൂപണം എന്ന് പറയുന്ന, ക്രിട്ടിക് എന്ന് പറയുന്നതിൻ്റെ ഒരു അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിട്ടിക് എന്ന് കേൾക്കുന്ന സമയത്ത് നിരൂപണം ആസ്വാദനവും അതിനകത്തുണ്ട്. അതായത് ഒരു ആസ്വാദകനെ സഹായിക്കുന്ന ഘടകങ്ങളും കൂടെയുണ്ട്. ഈ സിനിമയെ ഇഴകീറി പരിശോധിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത്, ഗൗരവമായിട്ട് സിനിമയിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ട ശ്രദ്ധ വന്നിട്ടുണ്ട്. അതാണ് അതിനകത്ത് എനിക്ക് ഇന്ന് വിജയകൃഷ്ണൻ സാറിൻ്റെ പേര് കേൾക്കുമ്പോൾ, കാരണം സാറിനെ പരിചയപ്പെടുന്നത് വളരെ താമസിച്ചിട്ടാണെങ്കിലും വിജയകൃഷ്ണൻ സാർ എന്നുള്ള പേര്, ആ സാന്നിധ്യം എന്നുള്ള ഈ പത്രപംക്തികളിലും അല്ല ഈ മാഗസീനുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ്. പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഇത് മാത്രമേ പറയാറുള്ളെങ്കിലും അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങൾ പറയുമ്പോഴും ഒക്കെ അത് ഇപ്പം എനിക്കറിയാം, ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഫിലിം ഫെസ്റ്റിവലുകളിൽ പോകുന്ന സമയത്ത് ഈ ചിലത് എഴുതുന്ന സമയത്തോ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അറിയാതെ ഇതിൻ്റെ സ്വാധീനം വരുന്നുണ്ട്. അപ്പം അതേപോലെ ഇദ്ദേഹം എന്ത് പറഞ്ഞാലും എഴുതുമ്പോഴും അതിനകത്ത് ആ ഒരു സിനിമാക്കാരൻ വരുന്നുണ്ട്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ എനിക്ക് തോന്നുന്ന ആ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അനുഭവങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ക്രോണോളജിയോ ഇതൊന്നും അല്ല, സിനിമാറ്റിക് എലിമെൻറ്റ്സ് ഉള്ളത് അതിനകത്ത് ആ ഒരു ഇത് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു സാധാരണ ആസ്വാദകർക്ക്, വായനക്കാർക്കെന്ന് പറഞ്ഞാൽ സിനിമയും കൂടി അറിയാവുന്ന വായനക്കാർക്ക് അത് കൗതുകകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് എന്ന് മാത്രം. സമയം കഴിഞ്ഞു, നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. മുഹമ്മദ് സലീം ഷാഹിബ്. ബഹുമാന്യര്, ശ്രീ വിജയകൃഷ്ണൻ സാറ് ഒരു വെർസാറ്റൈൽ ജീനിയസാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരു സീരിയലിലൂടെയാണ്. ഒരിടത്തൊരിടത്ത് എന്ന് പറയുന്ന ആ ഒരു ഗാനം ആദ്യമായിട്ട് വന്നിട്ട് അത് പിന്നെ സീരിയൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിൽ കൊണ്ടുവന്നത് ഗ്യാനി സെയിൽസിംഗിൽ നിന്ന് അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൻ്റെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ പ്രവേശന കവാടത്തിൽ അവിടെ പതിച്ചിട്ടുണ്ട്, അത് കാണാൻ കഴിയും. അതുപോലെ തന്നെ 7 സിനിമ സംസ്ഥാന അവാർഡ്, ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന അവാർഡ്. ചലച്ചിത്ര നിരൂപണ കലയുടെ ആചാര്യനാണ് ശ്രീ വിജയകൃഷ്ണൻ സാറെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ 7 സിനിമകൾ, ആ സിനിമകൾക്കും
ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ദലമർമരങ്ങൾ എന്ന സിനിമയിൽ അദ്ദേഹം ഗാനരചന വരെ നടത്തി. അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് പറയാം. ഒരു പ്രതിഭയുടെ പ്രകാശത്തിൻ്റെ നവീനമായ ഭാവുകത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിലും, എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം അദ്ദേഹം ഒരു ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ വളരെ ഊർജ്ജസ്വലനായ ഒരു വക്താവ് കൂടിയാണെന്ന് പറയേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് മേഖലകൾ ഈ മേഖലയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഫിലിം കൾച്ചർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ചലച്ചിത്ര സംഘടനയുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ്റെ ഒരു ബുള്ളറ്റിന് വേണ്ടി ഞാൻ ഒരു കഥ വേണം സാർ എന്ന് പറഞ്ഞപ്പോൾ, സാർ ഇന്ന് തന്നെ തരണം, ഒരു മണിക്കൂറിനകത്ത് തരണം എന്ന് പറയുമ്പോൾ 15 മിനിറ്റ് കൊണ്ട് ഒരു കഥ എഴുതി തന്നു. ആ കഥ ആ ബുള്ളറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ രചനകൾ ഒന്നായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഒരു കുട്ടി ഒരു മുത്തശ്ശിയോട് കഥ പറയുകയാണ്, കഥ ചോദിക്കുകയാണ്. കഥ പറഞ്ഞ് നിത്യമായ ശാന്തതയിലേക്ക്, ആ മരണത്തിലേക്ക് അവർ നടന്നു നീങ്ങുമ്പോൾ വീണ്ടും ചോദ്യചിഹ്നവുമായി നിൽക്കുന്ന ആ കുട്ടിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ചിത്രം നമുക്ക് മറക്കാൻ കഴിയില്ല. താങ്ക് യു വെരി മച്ച്.